ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾ തമ്മിലും കാണുക കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജനനായകൻ വേഴ്സസ് സെൻസർ ബോർഡിൻ്റെ ഒരു കോൺട്രവേഴ്സിയും അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നോർമലി ഫിലിംസിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തതാണ്, പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സംഭവം അല്ല. ഇത് ആക്ച്വലി ഒരു ഫ്രീഡത്തിനെയൊക്കെ ഒരു എഫക്ട് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് നമ്മുടെ റീസെൻ്റ്ലി ഇപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന സ്ഥിരം പരിപാടികളാണ്. അവർക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡിങ് ടി വിയിലായിക്കോട്ടെ, എന്താ പറയുക, നമ്മുടെ എന്ത് മീഡിയയിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, അവർക്കെതിരെ മൂവ്മെൻറ്റ് ചെയ്തിട്ട് അടപ്പിക്കുന്ന പരിപാടി ഇപ്പോൾ ഇഷ്ടം പോലെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വിജയൻ്റെ പടത്തിന് അത് പുതിയ പരിപാടി ഒന്നും വന്നല്ല, മെർസലിലും സംഭവമൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളത് ഇപ്പോൾ ആക്ച്വലി അവർ ഇപ്പോൾ ഇവരുടെ മേക്കേഴ്സ് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു മാസം മുമ്പേ നമ്മുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ സബ്മിറ്റ് ചെയ്തായിരുന്നു. അതൊരു US സർട്ടിഫിക്കേഷൻ അവർ പറഞ്ഞ സീൻസൊക്കെ റിമൂവ് ചെയ്തിട്ട് US സർട്ടിഫിക്കേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് ഒരു 3 ദിവസം ആയപ്പോഴല്ല, അതായത് 9-ാം തീയതിക്ക് 3 ദിവസം മുമ്പാണ് അവർ പറയുന്നത് ഇത് ശരിയല്ല, അത് അവർ ആക്ച്വലി കമ്മിറ്റിക്ക് വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി മുമ്പ് അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് റിലീസ് ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 9-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ അത് ഡേറ്റ് ഒന്നും കൺഫേം അല്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് വരെ നമുക്ക് എന്തായാലും റിലീസായിട്ട് ഒന്നെങ്കിൽ ആ ദിവസം 9-ാം തീയതി രാത്രിയോ സംതിങ് ടിക്കറ്റ് വരാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ദിവസം അല്ലെങ്കിൽ ആ വീക്കെൻഡോ അങ്ങനെ കാണാമെന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ കാണാൻ തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഇതിൽ എന്ത് സാധനമാണ് ഉള്ളതെന്ന് അറിയുന്നുള്ളൂ ഇവർക്ക് ഇത്ര അധികം വേദന കൊള്ളാൻ. ഇതിന് മുമ്പ് നമ്മൾ മെർസലിലും സംഭവമൊക്കെ കണ്ടിട്ടുള്ള പരിപാടികൾ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള റിയൽ സംഭവം തന്നെയാണ് അതിൽ പറയുന്നത്, വേറെ കാര്യം ഉണ്ടാക്കി പറയുന്നതല്ലോ. അപ്പോൾ എന്താ പറയുക, ഇതൊരു സിനിമയിൽ പോലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോപ്പൊളി ആവുള്ള ഒരു പരിപാടിയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത് പാർട്ടി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടാണ് ആദ്യം സെൻട്രൽ ഗവൺമെൻറ്റും നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റും കൂടിയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റൊക്കെ അത് ഇതിനെതിരെ പറഞ്ഞിട്ട് ഇപ്പോൾ മുമ്പത്ത് വന്നിട്ട് ചിലപ്പോൾ ഉടായ്പായിരിക്കും, ഇതിനു വേണ്ടി പറഞ്ഞതായിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് അവരുടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ, കമലഹാസനായിക്കോട്ടെ, അങ്ങനെ കുറേ പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇപ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇന്ന് സുപ്രീം കോർട്ടിലെ അതിൻ്റെ ഹിയറിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നറിയാം. എന്താ വെച്ചാൽ നമ്മുടെ മദ്രാസ് ഹൈക്കോർട്ട് ആദ്യം പറഞ്ഞു US സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതിന് അപ്പീൽ കൊടുത്തപ്പോൾ അത് 21-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തീയതി തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് 21-ാം തീയതിക്ക് മാറ്റിയത്. അതായത് പൊങ്കലിലൊക്കെ കഴിഞ്ഞിട്ട് ഹോളിഡേ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനെതിരാണ് ഇപ്പോൾ ആക്ച്വലി ഇവരുടെ മേക്കേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ഹിയറിംഗ് ഇന്ന് ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇന്നറിയാം ഇതെന്നാ റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണാൻ തീരുമാനിക്കുക. എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, നമ്മൾ നോർത്ത് കൊറിയയിലൊന്നല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയണം. അപ്പോൾ അതിലെന്താ സംഭവം എന്നുള്ളത്, ഇത് ആക്ച്വലി ഇത് എന്താ പറയുക, ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ ടാക്സിൽ പിടിപ്പിക്കുക, അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലെന്തോ സംഭവം മിക്കവാറും മെയിനായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു മെയിൻ ഇവരുടെ ഉടായ്പ പരിപാടി ഇതിൽ പിടിച്ചിട്ട് എന്തെങ്കിലും പച്ചയ്ക്ക് പറയാനുള്ള പരിപാടി ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതിന് മുമ്പ് വരെ സാധാരണ മുമ്പ് വരെ അവർ ലാസ്റ്റ് വരെ കൊണ്ടെത്തിക്കുന്നൊരു ലാസ്റ്റ് കൊടുക്കും, അങ്ങനെയായിരുന്നു പതിവ്. പക്ഷേ ഇത് അങ്ങനെയല്ല വന്നേക്കുന്നത്. ഇത് അവരുടെ റിലീസ് ഡേറ്റ് അടക്കം മാറ്റി വെക്കേണ്ടതെന്ന്. അപ്പോൾ എന്തോ മെയിനായിട്ട് സംഭവത്തിൽ ഉണ്ടെന്ന് ഉറപ്പാണ്. അല്ലാണ്ട് ഇവർക്ക് ഇത്ര പൊള്ളില്ല. അപ്പോൾ എന്തായാലും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോർമലി ഇപ്പോൾ സാധാരണക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ സാധനം ഇറങ്ങുമ്പോൾ വണ്ടാര ഹിറ്റായിരിക്കും. അത് ഇവരുടെ സ്റ്റാർഡം കൊണ്ട് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫാൻ ബേസ് ആയിട്ടല്ല പറയുന്നത്, ഫാൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആക്ച്വലി ഇഷ്ടമാണ്, ഞാൻ പണ്ടോട്ടെ കാണാറുള്ളതാണ്. പക്ഷേ നോർമലി ഞാൻ റിവ്യൂ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് ആൾക്കാരുടെ എന്താ പറയുക ഡയറക്റ്റ് ടോക്ക് നോക്കിയിട്ടാണ് നമ്മൾ പോകാറ് പടത്തിന്. എല്ലാ പടത്തിനും നല്ല ചവറ് പോലത്തെ പടത്തിനൊന്നും പോകാറില്ല. പക്ഷേ ഇതിപ്പോൾ ഇനി എന്താ സംഭവം എന്ന് അറിയാമെന്നുള്ള ഇതുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്നാണോ സാധനം ഡേറ്റ് വരുന്നത് അത് എന്നായിക്കോട്ടെ, അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് പോകാനുള്ള പരിപാടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇത് ആക്ച്വലി നമ്മുടെ ഒരു റൈറ്റ് ഓഫ് ഫ്രീഡത്തിനെതിരെയുള്ള പരിപാടിയാണല്ലോ ഇത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതേ ആൾക്കാർ തന്നെയാണ്, എന്താ പറയുക സെൻസർ ബോർഡ് ആൾക്കാർ തന്നെയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം പടച്ചു വിട്ടത്. അതിലെന്തുട്ട മാങ്ങയൊക്കെ കാണിക്കുന്നത് കണ്ടവർക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ അതിന് കൊടുക്കാമെങ്കിൽ അത് അവരിറക്കിയ പടമാണല്ലോ. അപ്പോൾ അവർക്ക് എന്തോ, അപ്പോൾ ഇത് ആക്ച്വലി റൈറ്റ് ഓഫ് ഫ്രീഡത്തിനെ മുട്ടിക്കുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അഭിപ്രായം പറഞ്ഞു മാത്രമല്ല, ഞാൻ നോർമലി ഫിലിമിൻ്റെ പരിപാടികളൊന്നും പറയാത്തതാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതിപ്പോൾ നടന്നൊരു എന്താ പറയുക, നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു ഇതായിട്ട് മാറുന്നുണ്ട്. എക്സ്ക്ലൂഡിങ് ഫിലിം ഇതൊരു എന്താ പറയുക ഫ്രീഡത്തിനെ എഫക്ട് ചെയ്യുന്നൊരു പരിപാടിയായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം, ഈ സംഭവത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.